തേർഡ് ചാപ്റ്ററിൻ്റെ സമ്മറി പാർട്ടും Q&A പാർട്ടുമാണ് ഈ സെക്ഷനിലുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. മീനിങ് എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ മീനിങ് നമ്മൾ നോക്കി. The term business environment means totally of individuals, institutions and other forces that are outside a business and that potentially affect its performance. ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ചുറ്റുപാടപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ ക്യാരക്ടറൈസ്ഡ് ആയിട്ടുള്ള ടേംസ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്, അതുപോലെ തന്നെ കുറച്ച് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്, ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡൈനമിക് നേച്ചർ, അൺസർട്ടനിറ്റി, കോംപ്ലക്സിറ്റി ആൻഡ് റിലേറ്റിവിറ്റി. ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ടേംസിൽ പഠിച്ച ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ നമ്മൾ നോക്കിയത് എന്തായിരുന്നു ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ പോയിന്റ്സ് നമുക്കൊന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്, എനേബിളിംഗ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ദെൻ ഗെറ്റിംഗ് ദ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. സെക്കൻഡ് പോയിന്റ്, ഹെൽപ്പിംഗ് ആൻഡ് ഐഡൻറ്റിഫൈയിങ് ത്രെറ്റ്സ് ആൻഡ് വി ആർ ഗെറ്റിംഗ് ഏർലി വാർണിംഗ് സിഗ്നൽസ് ത്രൂ ദാറ്റ്. തേർഡ് പോയിന്റ്, coping with rapid changes. Next point, assisting in planning and policy, then improving the performance. So importance of business environment വളരെ essential ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ നമ്മൾ നോക്കിയത് എലമെന്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആണ്. വെരി 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 ഇമ്പോർട്ടൻ്റ് ഏരിയ. എന്തൊക്കെയായിരുന്നു ബിസിനസ് എൻവയോൺമെന്റിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്? എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ. ഇതിൻ്റെ ഒരു ഡയഗ്രാം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡയഗ്രാം വരച്ച് വേണം ഇതിൻ്റെ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് മോർ ദാൻ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതാനായിട്ട്. 3 മാർക്കിന് താഴെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിന് ഡയഗ്രാം വരച്ച് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കറക്റ്റായിട്ട് ആൻസർ ഫോക്കസ് ചെയ്താൽ മതി. 3 മാർക്ക് എബവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഡയഗ്രാം കൂടെ ഉൾപ്പെട്ട് കഴിഞ്ഞാലാണ് പെർഫെക്റ്റ് ആൻസർ ആയിട്ട് തോന്നുക. ദെൻ എക്കണോമിക് എൻവയോൺമെൻറ്റിൽ ഉണ്ടായിരുന്ന 1991 പോളിസി, ഗവൺമെൻറ് പോളിസിയാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അവിടെ ഗവൺമെൻറ് പോളിസീസിൽ ഉണ്ടായിരുന്ന ഏതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പാർട്ട്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലൈക്ക് കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തു, അതുപോലെ തന്നെ കൂടുതൽ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ് ഉണ്ടായി, റാപ്പിഡ്ലി ചേഞ്ച് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, ദെൻ നെസസിറ്റി ഫോർ ചേഞ്ച്. ഹ്യൂമൻ റിസോഴ്സസിന്റെ നീഡ് കൂടുതലുണ്ടായി, മാർക്കറ്റ് ഓറിയന്റഡ് ആയി, ദെൻ ബജറ്ററി സപ്പോർട്ട് പബ്ലിക് സെക്ടറിന്റെ ലോസിലേക്ക് ലീഡ് ചെയ്തു. ലോസ് ഓഫ് ബജറ്ററി സപ്പോർട്ട് ടു ദ പബ്ലിക് സെക്ടർ. ഈ ന്യൂ എക്കണോമിക് എൻവയോൺമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് പഠിക്കാനും സ്റ്റഡി ചെയ്യാനും കൂടുതൽ മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ബിസിനസ് എൻവയോൺമെന്റിന്റെ നീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഏരിയയിൽ നിന്നൊക്കെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഐഡന്റിഫൈ ദ ഫാക്ടർ വിച്ച് കംസ് അണ്ടർ സോഷ്യൽ എൻവയോൺമെന്റ് ഓഫ് എ ബിസിനസ്. സോഷ്യൽ എൻവയോൺമെന്റ് വിച്ച് മീൻസ് ഡയമെൻഷൻസ് ഓഫ് എൻവയോൺമെന്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരോ പാർട്ട് എടുത്ത് ചോദ്യം ചോദിക്കാം. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് വെച്ച് പഠിച്ചു വെച്ചിരിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഐഡന്റിഫൈ ദ ഫാക്ടർ വിച്ച് കംസ് അണ്ടർ സോഷ്യൽ എൻവയോൺമെന്റ്. ഇപ്പോൾ ടാക്സ് റേറ്റ്, ലേബർ ലോ, അതേപോലെ തന്നെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ്, പൊളിറ്റിക്കൽ. ഈ 4 പോയിന്റ്സിൽ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ആണ് സോഷ്യൽ എൻവയോൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത്. ദെൻ pick out the factors which do not form part of economic environment of a business firm. എക്കണോമിക് എൻവയോൺമെന്റിന്റെ ഭാഗമല്ലാത്തത്. ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, ബിസിനസ് സൈക്കിൾ, ക്യാപിറ്റൽ മാർക്കറ്റ്. ഇതിൽ ഏതാണ് എക്കണോമിക് എൻവയോൺമെന്റിന്റെ ഭാഗമല്ലാത്തത്? കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ആണ് അല്ലേ? സോ അതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഏത് എൻവയോൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എക്കണോമിക് എൻവയോൺമെന്റിന്റെ അണ്ടറിലാണ്. ദെൻ
Name the process which makes a detailed analysis about the business environment. Name the process which makes detailed analysis about the business environment. എന്താ അതിന്റെ അർത്ഥം? ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേര് എന്താണ്? അതിന്റെ പേരാണ് എൻവയോൺമെന്റൽ സ്കാനിങ്. ഇത് അതർ ദാൻ ടെക്സ്റ്റ് ബുക്ക് ഒരു പോയിന്റ് ആഡ് ചെയ്തിരിക്കുന്നതാണ്. നെയിം ദ പ്രോസസ് വിച്ച് makes detailed analysis of business environment is called environmental scanning. Next question. Which of the following is an example of social environment? Social environment എന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. മണി സപ്ലൈ ഇൻ ദ എക്കണോമി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കൺട്രി, കമ്പോസിഷൻ ഓഫ് ഫാമിലി. ഇതിലേതാണ് എക്സാമ്പിൾ ഓഫ് സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്? Composition of family. Next question നോക്കാം. Liberalization means. എന്താണ് liberalization? Options. Integration among economies, reduced government controls and restrictions, policy of planned investments, none of them. ഇതിലേതാണ് ലിബറലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്? ഗവൺമെന്റിന്റെ കൺട്രോളും റെസ്ട്രിക്ഷൻസും കുറയ്ക്കുന്നതിനെയാണ് അല്ലേ? സോ റിഡ്യൂസ്ഡ് ഗവൺമെന്റ് കൺട്രോൾ ആൻഡ് റെസ്ട്രിക്ഷൻ ഈസ് ദി എക്സാമ്പിൾ ഓഫ് ലിബറലൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എൻവയോൺമെന്റൽ ചേഞ്ച് ഇൻ ദ ഫോളോയിങ് കേസ്. ഡിജിറ്റൽ ക്യാമറ ഇൻ പ്ലേസ് ഓഫ് ഫിലിം ക്യാമറ. അത് എന്ത് എൻവയോൺമെന്റിന്റെ അഡ്വാൻസ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്? ഡയറക്റ്റ് ആൻസർ ആണ് അല്ലേ? ടെക്നോളജിക്കൽ എൻവയോൺമെന്റിന്റെ. Next, there are a number of legalization which regulate the day-to-day operation of business in India. Identify the type of environment, then name two legalization. നമുക്കറിയാം ഇന്ന് day-to-day ബിസിനസ്സിൽ ഇന്ത്യയിൽ ഒരുപാട് ലീഗലി ഉള്ള ഫോഴ്സസ് ഉണ്ടാവാറുണ്ട്, ലീഗലി ഉള്ള ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. ഇത് ഏത് എൻവയോൺമെന്റിന്റെ ഭാഗമാണ്? ഫസ്റ്റ് പോയിന്റ് ലീഗൽ എൻവയോൺമെന്റിന്റെ ഭാഗമാണ്. ഡയറക്റ്റ് ആൻസർ അല്ലേ? രണ്ട് ലീഗലൈസേഷന്റെ എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഞാൻ ഓൾറെഡി നമ്മൾ ലീഗൽ എൻവയോൺമെന്റ് പഠിക്കുന്ന ഭാഗത്ത് തന്നെ പറഞ്ഞിരുന്നു. ഒരു 3 or 4 ആക്ടുകളും അല്ലെങ്കിൽ ആ നിയമങ്ങളുടെ വർഷങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ട്രേഡ് മാർക്ക് ആക്ട് 1968, അതേപോലെ തന്നെ എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് 1955 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Granting autonomy of operations to the private sector and foreign company is called. സ്വയം ഭരിക്കാനും സ്വയം ഭരണമാകാനും വേണ്ടിയിട്ട് പ്രൈവറ്റ് സെക്ടറിന് അനുവദിക്കപ്പെടുന്ന ആ ഒരു ആക്ടിവിറ്റിയുടെ പേരാണ് ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റെഡ്യൂസിങ് ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് അല്ലേ? റെസ്ട്രിക്ഷൻസ് കുറയ്ക്കുന്നു. ദെൻ November 1st, 2008, Reserve Bank of India reduced cash reserve ratio 5.5% to improve economic to availability of credit. Identify the environment which it relates. Economic environment ആണ് capital growth, GDP, ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇതൊക്കെ വരുന്നത് എക്കണോമിക് എൻവയോൺമെന്റിന്റെ ഭാഗമായിട്ടാണ്. നെക്സ്റ്റ് 2 മാർക്സ് ഏരിയയിലേക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ലിബറലൈസേഷൻ ചോദിക്കാതെ 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? എന്താണ് ലിബറലൈസേഷൻ എന്നുള്ള പോയിന്റ് ഒരു 2-3 ലൈൻസിൽ എഴുതുക. ദെൻ എക്സ്പ്ലെയിൻ 2 മെത്തേഡ്സ് ഓഫ് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷന്റെ 2 മെത്തേഡ്സ്. ഇത് കുറച്ച് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു വെക്കുക. ആദ്യം എന്താണ് പ്രൈവറ്റൈസേഷൻ എന്നുള്ളത് ഉത്തരം എഴുതുക. പ്രൈവറ്റൈസേഷൻ മീൻസ് transfer of public sector enterprises to the private sector. Role of private sector is encouraged. This can be done in 2 ways. First point, disinvestment. Second point, de-reservation. Disinvestment എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ ഷെയർസ് നമ്മൾ പ്രൈവറ്റിന് കൊടുക്കുന്നു. Part of shares held by the government in public sector units to private sector. Then de-reservation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമലി റിസർവ് ചെയ്തിട്ടുള്ള പബ്ലിക് സെക്ടർ ഏരിയാസ് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്നു. ഡി-റിസർവ് ചെയ്യുക, ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുക, ഡി-റിസർവ് ചെയ്യുക, ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുക. ആ പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും.
ഇപ്പൊ നിങ്ങൾ 1 മാർക്ക് 2 മാർക്ക് എന്ന് ബിസിനസ് എൻവയൺമെന്റും ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതായത് എക്കണോമിക് പോളിസി എന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 3 മാർക്സിലേക്ക് വരുമ്പോഴത്തേക്കും തന്നെ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും ചോദിക്കുക. ഇവിടെ ഫോർ എക്സാമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ എ ഡയഗ്രാം ഷോയിങ് ഡയമെൻഷൻസ് ഓഫ് ദി ബിസിനസ് എൻവയൺമെന്റ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഡയഗ്രാം വരയ്ക്കാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മസ്റ്റ് ആയിട്ടും ഡയഗ്രാം വരച്ച് അതിനനുസരിച്ചുള്ള ആൻസർ എഴുതുക. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. Mr. Babu Raj, an engineering graduate who wants to know the factors of legal environment, approaches you. Give him an idea about the legal environment affecting business. ഇവിടെ എന്താ എഴുതേണ്ടത്? ബിസിനസ്സിന് ലീഗൽ എൻവയൺമെന്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് എഴുതുക. അതിന്റെ കൂടെ കുറച്ച് എക്സാമ്പിൾസും കൊടുക്കുക. ഇവിടെ ഒരു ആൻസർ എക്സാമ്പിൾ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. I'll read for you. A business has to work within a framework of the legal systems of the country. Legal environment include acts that have been passed by parliament or state legislature. The important laws that affect business include Contract Act, Companies Act, 1956. നിങ്ങൾക്ക് വർഷങ്ങൾ അറിയാവുന്ന കറക്റ്റ് ലോസ് എഴുതുവാണെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. മിനിമം വേജസ് ആക്ട്, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്, എക്സെട്ര. ഇതിപ്പോൾ ഒരു വളരെ സ്മോൾ ആയിട്ടുള്ളൊരു പാരഗ്രാഫാണ് എഴുതിയിരിക്കുന്നത്. when you write the answer for this particular question, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ലീഗൽ എൻവയൺമെന്റ് എന്താണെന്ന് ഒരു 2-3 ലൈൻസിൽ എഴുതിയിട്ട് നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് പോലെ അടുത്തൊരു 2-3 ലൈൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസും ഒക്കെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആൻസർ ആയിരിക്കും. Then explain the characteristics of globalization. Very important question ആണ്. ഗ്ലോബലൈസേഷൻ എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗ്ലോബലൈസേഷൻ എന്താണെന്ന് ഉത്തരം എഴുതുക. അതിന്റെ ഫീച്ചേഴ്സ്, മെയിൻ ഫീച്ചേഴ്സ് 4 നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്. അത് എഴുതുക. എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Globalization means the integration of various economies of the world, leading towards the emergence of cohesive global economy. വേൾഡ് മുഴുവൻ ഒരു സിംഗിൾ മാർക്കറ്റ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിലുണ്ടായിരുന്ന മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അക്രോസ് നേഷൻസ്, ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ അക്രോസ് നേഷൻസ്, ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി, ഫ്രീ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ അക്രോസ് ബോർഡർ. ദെൻ 4 മാർക്സ് ഏരിയയിലോട്ട് വരുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസിഫൈ the following factors of business environment under appropriate heads. ബിസിനസ് എൻവയൺമെന്റിൽ 4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 4 പോയിന്റ്സും ഏതൊക്കെ ബിസിനസ് എൻവയൺമെന്റിന്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ എവിടെയായിരിക്കും? എക്കണോമിക്സ് ഓഫ് പോളിസീസ്, ആക്ട് ആൻഡ് ലോ ലീഗൽ എൻവയൺമെന്റ് ആണ്, അറിയാമല്ലേ? ഇൻഫർമേഷൻ ടെക്നോളജി ടെക്നോളജിക്കൽ എൻവയൺമെന്റ് ആണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ സോഷ്യൽ എൻവയൺമെന്റ് ആയിരിക്കും. എക്കണോമിക് പോളിസി എക്കണോമിക് എൻവയൺമെന്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർസ്റ്റാൻഡിംഗ് ഫാമിലി ലൈഫ് സ്റ്റൈൽസ് ആൻഡ് കസ്റ്റംസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്. ഒബ്സർവ് ദ സ്റ്റേറ്റ്മെന്റ് and identify the type of business environment referred to this context. State the significance in business. Understanding family lifestyle വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസിന്. ഇത് ഏത് ബിസിനസ് എൻവയൺമെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? ഡയറക്റ്റ് ആൻസർ ആണ്, സോഷ്യൽ എൻവയൺമെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോഷ്യൽ ഫാക്ടേഴ്സിലാണ് എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ, കൾച്ചറൽ ഹെറിറ്റേജ്, കസ്റ്റംസ് ആൻഡ് ബിലീഫ്സ് ഓഫ് പീപ്പിൾ, ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Classify the following environmental factors into economic, social and legal factors. ആൻസേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടാക്സ് റേറ്റ്, ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റൈറ്റ്സ്, ലേബർ ലോസ്, ട്രേഡ് മാർക്ക് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലോട്ട് ഓഫ് പോയിന്റ്സ് നിങ്ങൾക്ക് തരും. ആ പോയിന്റ്സ് പല ഫാക്ടേഴ്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ എക്കണോമിക് ഫാക്ടേഴ്സിന്റെ അണ്ടറിൽ വന്നിരിക്കുന്ന ഏതൊക്കെയാണ്? ടാക്സ് റേറ്റ്, ഫോറിൻ ട്രേഡ്, ലിബറലൈസേഷൻ ഒക്കെ. സോഷ്യൽ ഫാക്ടേഴ്സിന്റെ അണ്ടറിൽ വരുന്ന എന്തൊക്കെയാണ്? ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റൈറ്റ്സ്, ഡെമോഗ്രാഫിക് കമ്പോസിഷൻ, ദെൻ കസ്റ്റംസ് ആൻഡ് ബിലീഫ്സ്. ലീഗൽ ഫാക്ടേഴ്സിന്റെ അടിയിൽ ഒബ്വിയസ്ലി ലോസ് വരും, ലേബർ ലോസ്, ദെൻ ട്രേഡ് മാർക്ക് ആക്ട്. അപ്പോൾ ഡയറക്റ്റ്ലി ഇങ്ങനെ കമ്പാരിസൺ ചോദിക്കുന്നത്, ഡയറക്റ്റ്ലി ഇങ്ങനെ ആൻസർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം.
Then ചോദിക്കാൻ സാധ്യതയുള്ളത് is the forces outside the control of a business, what is it? അത് വേറൊന്നുമല്ല, ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് എഴുതുക. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ത്രെറ്റ്സ്, കോപ്പിംഗ് വിത്ത് യൂസ്ഫുൾ റിസോഴ്സസ്, കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. ഫസ്റ്റ് ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റിലെ, അതാണ് ഇവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. Then success of a business depends on correctly forecasting the environmental factors. നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? ബിസിനസിന്റെ സക്സസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഫ്യൂച്ചറിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെ വെച്ചിട്ടാണ്. അതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ഇമ്പോർട്ടൻസും എഴുതണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ഉത്തരം എഴുതും? യെസ്. ഇപ്പോൾ 2 പോയിന്റ്സ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ഉത്തരം എഴുതുക. ഡു യു എഗ്രി വിത്ത് ദാറ്റ്? യെസ്, ഐ ആം എഗ്രിങ് വിത്ത് ദാറ്റ്. Next, what is the importance of business environment? But write the importance of business environment like identifying opportunities, identifying threats, tapping useful resources, coping with changes, assistance in planning and policy formulation, etc. Then നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ 8 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴത്തേക്കും directly identify various environmental factors influencing operations of a company in your locality. Draw diagram, explain each environment. അപ്പോൾ എങ്ങനെ ആൻസർ എഴുതാം? ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ടുള്ള ആ ഡയഗ്രാം വരയ്ക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം? ഓരോ എൻവയോൺമെന്റും, എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് എഴുതി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ, ദെൻ സോഷ്യൽ എൻവയോൺമെന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ വിത്ത് എക്സാമ്പിൾസ്, ദെൻ ലീഗൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ എല്ലാ എൻവയോൺമെന്റും പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. എന്നാൽ മാത്രമേ 8 മാർക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. Then list out the impact of government policy changes in business and industry. എന്താണ് ഇമ്പാക്റ്റുകൾ? അപ്പോൾ കോമ്പറ്റീഷൻ കൂടി, നമ്മൾ ലാസ്റ്റ് പോളിസീൻ്റെ ഇമ്പോർട്ടൻസ് നോക്കിയില്ലേ? കോമ്പറ്റീഷൻ കൂടി, കസ്റ്റമേഴ്സിന് വൈഡ് ചോയ്സസ് കിട്ടി, അപ്പോൾ കൂടുതൽ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് അവർക്ക് വേണ്ടി വന്നു, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഭയങ്കരമായിട്ട് കൂടി, ദെൻ റാപ്പിഡായിട്ട് ഇന്റർപ്രൈസസ് പുതിയ ഓപ്പറേഷൻസ് തുടങ്ങി, കൂടുതൽ ഹ്യൂമൻ റിസോഴ്സസിന് ആവശ്യമായിട്ട് വന്നു. അങ്ങനെ പ്രൊഡക്ഷൻ ഓറിയന്റഡിന് പകരം മാർക്കറ്റ് ഓറിയന്റഡ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ലോകം മാറി. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ചോദിക്കാം, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ചോദിക്കാം, അതേപോലെ തന്നെ ഗവൺമെന്റ് പോളിസീസിനെ കുറിച്ച് ചോദിക്കാം. 1991 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതിന്റെ ചേഞ്ചസിനെ കുറിച്ച്, ഔട്ട്കം ഇൻഡസ്ട്രിയിൽ എങ്ങനെ ബാധിച്ചു, ദെൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ ബിസിനസിന്റെ ഡയമെൻഷൻസ്. എല്ലാ എൻവയോൺമെന്റ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇതിന്റെ ഒരു ഓവറോൾ സമ്മറി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.